മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അതുപോലെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള ഒരു അതിഥി മന്ദിരമാണ്. ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള ഒരു മുറിയാണ്. പെരിയാറിന് അഭിമുഖമായിട്ടുള്ളൊരു മുറിയാണ്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം കാണുന്ന ഒരു മുറിയും കൂടെയാണ്. അദ്ദേഹം പാലസിലേക്ക് വരുമ്പോൾ ഒരു അതിഥി വരുന്നു എന്ന പ്രതീതിയിലായിരുന്നില്ല ഞങ്ങൾ ജീവനക്കാർക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലെ തന്നെ ഒരു മുതിർന്ന കാരണവർ വരുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിലായിരുന്നു ഞങ്ങളോട് അദ്ദേഹത്തിനുള്ള അടുപ്പവും അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള അടുപ്പവും. ചിട്ടയായ ജീവിതക്രമമാണ് 100ാമത്തെ വയസ്സിലും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളുടെ ഒരു നായകനായിട്ട് മാറാൻ സാധിച്ചത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്നും ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടു. ആവിയിൽ വേവിച്ച ഭക്ഷണമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. കൂടുതലും വറുത്തതും പൊരിച്ചതും ഒക്കെ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. പിന്നെ യോഗ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം യോഗ ചെയ്യുമായിരുന്നു. പിന്നെ ഈ റൗണ്ട് നമുക്കൊക്കെ അറിയാം, ഈ റൗണ്ടിന് ചുറ്റും അദ്ദേഹം ഒരു 4 തവണ നടക്കുമായിരുന്നു. അത് രാത്രി വൈകിയാണ് വരുന്നതെങ്കിൽ കൂടിയും അദ്ദേഹം ആ ഒരു ചിട്ട കൃത്യമായിട്ട് തന്നെ പാലിച്ചു പോകുന്നു. അദ്ദേഹം എത്രയൊക്കെ തിരക്കുകളിലൂടെയാണ് അല്ലെങ്കിൽ എത്രയൊക്കെ സംഘർഷങ്ങളിലൂടെയാണ് ഇവിടെ വന്നു കയറുന്നതെങ്കിലും ഈ മുറിയിൽ കയറി കഴിഞ്ഞാൽ ജീവനക്കാരുമായിട്ട് പെരുമാറുമ്പോൾ അദ്ദേഹം ശരിക്കും ഒരു ഏറ്റവും വാത്സല്യമുള്ള ഒരു സ്നേഹമുള്ള ഒരു പിതാവ് എന്നുള്ളൊരു സ്ഥാനം തന്നെയാണ് ഞങ്ങൾ എല്ലാ ജീവനക്കാരും.